തുടക്കത്തിൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ തീവ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. രണ്ടാമത് നമ്മൾ എടുത്തത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന തീവ്ര ചുഴലിക്കാറ്റ് അത് കര തൊടാൻ തയ്യാറെടുക്കുകയാണ്. ആന്ധ്ര ഒഡീഷ തീരങ്ങൾ ഇപ്പോൾ തന്നെ കനത്ത ജാഗ്രതയിലാണ്. അതിൻ്റെ തീവ്രതയിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും ഈ മോന്ത എന്ന പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോന്ത എന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. മുഖം എന്നതിനൊക്കെ നമ്മൾ പ്രാദേശികമായി പറയുന്ന ഒരു വാക്കാണ് മോന്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിളിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്തത് ഈ മോന്ത എന്നത് എന്ത് എന്നതാണ്. അതിപ്പോൾ സെർച്ച് ചെയ്തവർക്കേ അറിയാവുള്ളൂ അവരെന്തിനു വേണ്ടിയാണിത് സെർച്ച് ചെയ്തത് എന്നത്. ഒരു പക്ഷേ മോന്ത എന്ന ചുഴലിക്കാറ്റിൻ്റെ തീവ്രത എന്ത് എന്നറിയുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ചുഴലിക്കാറ്റ് എവിടെയാണ് അടിക്കാൻ പോകുന്നത് എന്നത് അറിയുന്നതിന് വേണ്ടിയായിരിക്കാം. അതല്ല എങ്കിൽ ഈ മോന്ത എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്നത് അറിയുന്നതിന് വേണ്ടി ആയിരിക്കും. അതൊരു കൗതുകകരമായ കാര്യമാണ്. എന്താണ് ഈ മോന്ത എന്ന പേരിടാൻ കാരണം? അതിനിപ്പോൾ മലയാളത്തിലെ മോന്തയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുള്ള സാധ്യത പൊതുവെ കാണുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എന്തായാലും ഈ പേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യമൊന്ന് പോകാം. ഈ ചുഴലിക്കാറ്റിൻ്റെ തീവ്രതയിലേക്ക് വരാം. അതിനു മുമ്പ് വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ന്യൂഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റിയോളജിക്കൽ സെൻറ്റർ അഥവാ RSMC ആണ്. ലോക കാലാവസ്ഥാ സംഘടനയായ WMOയുടെയും ഐക്യരാഷ്ട്ര സഭയുടെ ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷൻ്റെയും മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പായ IMDയും ചുഴലിക്കാറ്റുകൾക്ക് പേരിടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതായത് തീരം തൊടാൻ പോകുന്ന ഈ മോന്ത എന്ന പേര് ഇട്ടിരിക്കുന്നത് ഇന്ത്യയല്ല, അത് തായ്ലൻഡ് ആണ് ഇങ്ങനെയൊരു പേര് നൽകിയിട്ടുള്ളത്. മോന്ത എന്ന തായ്ലൻഡ് വാക്കിൻ്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാറ്റിനെയാണ് അവർ സുഗന്ധമുള്ള പുഷ്പം എന്നും മനോഹരമായ പുഷ്പം എന്നുമൊക്കെ പേരിട്ടിട്ടുള്ളത്. പൊതുവെ അങ്ങനെയാണ്. ഇതൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് എങ്കിലും ഒരു മോശം പേരൊന്നും ഈ ചുഴലിക്കാറ്റുകൾക്ക് നൽകാറില്ല. ഇനിയിപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പേര് നൽകുന്നത് എന്ന സംശയം ഉണ്ടാകാം. അതായത് ഈ ചുഴലിക്കാറ്റുകളുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, അത് ക്രോഡീകരിച്ച് വെക്കേണ്ടതുണ്ട്. അത് പിന്നീട് ഈ കാലാവസ്ഥാ പ്രവചനത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിലെ പഠനത്തിന് ഒക്കെ എന്തായിരുന്നു ഈ ഒരുപക്ഷെ ഈ തീരങ്ങളിൽ അടിച്ച ഒരു ചുഴലിക്കാറ്റ്, ആ ചുഴലിക്കാറ്റ് ഏതു വർഷമാണ് ഉണ്ടായത്, ആ ചുഴലിക്കാറ്റിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ലക്ഷണങ്ങൾ എന്തായിരുന്നു, തീവ്രത എത്രയായിരുന്നു, ഇതൊക്കെ ഡേറ്റകളായി സംഭരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പേര് നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് കൃത്യമായ പേരുകൾ നൽകുന്നത്. വ്യത്യസ്തമായ പേരുകൾ നൽകി വ്യത്യസ്തമായ വിവരങ്ങളായി ഈ ചുഴലിക്കാറ്റുകളെല്ലാം ക്രോഡീകരിച്ച് വെക്കാറുണ്ട് എന്നതാണ് ഈ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ. അത് ലോകവ്യാപകമായി തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. 2000 ആണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ മേഖലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് അക്കാര്യം സൂചിപ്പിച്ചു പോകാം. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, യമൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഇപ്പോൾ നമ്മൾ ഈ പേരിട്ടിരിക്കുന്ന മോന്ത പോലെയുള്ള ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഓരോ രാജ്യവും 13 പേരുകൾ ആണ് നിർദ്ദേശിക്കുക. ഇങ്ങനെ ആകെ 169 പേരുകൾ ആണ് ലഭിക്കുക. ആ പേരിൽ നിന്നാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങൾക്ക് ഈ പേരിടാനുള്ള അവകാശം ലഭിക്കുമ്പോൾ അത് ആൽഫബറ്റിക് ഓർഡറിൽ ആണ് ഓരോ രാജ്യങ്ങളും അവരുടെയൊക്കെ പേരുകൾ നൽകുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഊഴം തായ്ലൻഡിനായിരുന്നു. അതുകൊണ്ട് തന്നെ തായ്ലൻഡാണ് നിലവിൽ ഈ മോന്ത എന്ന പേര് ഇട്ടിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ ഒക്കെ മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ അതിന് പേര് നിർദ്ദേശിക്കുക എന്നത് UAE എന്ന രാജ്യം ആയിരിക്കും. UAE ആയിരിക്കും. കാരണം ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഇനി UAEക്കാണ് അങ്ങനെ പേരിടാൻ സാധിക്കുക. അവർ പേരിട്ട് വെച്ചിട്ടുണ്ട്. ആ പേര് സെൻയാർ എന്നുള്ളതാണ്. അതിനുശേഷം യമനാണ് പേരിടാൻ അവസരം ലഭിക്കുക. അവർ ദിത്വ എന്ന പേരാണ് ചുഴലിക്കാറ്റിന് വേണ്ടി കണ്ടുവച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് കണ്ടുവച്ചിട്ടുള്ളത് അർണാബ് എന്ന പേരാണ്. അതിനുശേഷം പിന്നീട് ഇന്ത്യയായിരിക്കും ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ പേരിടാൻ പോകുന്നത്. നിലവിൽ മുറാസു എന്ന പേരാണ് ഈ ചുഴലിക്കാറ്റ്, വരാൻ പോകുന്ന ആ ചുഴലിക്കാറ്റിന് ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇനി എന്തായാലും ഈ പേരുകളൊക്കെ സെർച്ച് ചെയ്തതിൽ പലരും
ഇതിൻ്റെ ഒരു കൗതുകം കൂടിയാണ് സെർച്ച് ചെയ്തത് എന്നതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഇക്കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഏതാണ്ട് 15 മണിക്കൂറിനിടെ 5 ലക്ഷത്തിലധികം ആളുകളാണ് മോന്ത എന്ന പേരിൻ്റെ പ്രത്യേകത എന്ത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ സെർച്ച് ചെയ്തത്. ഒരുപക്ഷെ ഈ പറഞ്ഞപ്പോൾ ഇത് സെർച്ച് ചെയ്ത പലരും ഇത് ഞാൻ പറയുന്ന കാര്യവും കേട്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതും ആയിരിക്കാം. എന്തായാലും അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടിയാണ് മോന്ത ചുഴലിക്കാറ്റ് കേരളത്തിൽ കാര്യമായൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതാണ്ട് തീരം തൊടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ആന്ധ്ര തീരത്താണ് ഇപ്പോൾ കനത്ത ജാഗ്രത നൽകിയിട്ടുള്ളത്. ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് ഈ മേഖലകളിൽ ആയിരിക്കും ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒഡീഷയിലും ആന്ധ്രയിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. ഓർക്കുക, സുഗന്ധമുള്ള പുഷ്പം, മനോഹരമായ പുഷ്പം, അത് ആഞ്ഞടിച്ചാൽ അത്ര മനോഹരമൊന്നും ആയിരിക്കില്ല കാഴ്ച എന്നത് തന്നെയാണ് ഓർത്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തീരങ്ങളിൽ നിന്ന്, തീരപ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. മാത്രവുമല്ല, കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ആഞ്ഞു വീശാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ്. 60-50 കിലോമീറ്റർ വേഗതയിൽ തന്നെ കാറ്റടിച്ചാൽ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോഴാണ് അതിൻ്റെ ഇരട്ടി വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യത, വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കേരളത്തിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോന്ത ചുഴലിക്കാറ്റ് എന്തായാലും കേരളത്തെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും പല ജില്ലകളിലും അലർട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ ഉരുൾപൊട്ടലിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ അതിൻ്റെ ദുരന്ത വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാം, ചെറിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാം. അങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം തന്നെ നിലവിൽ ഉണ്ട് എന്നതാണ് കേരളത്തിലെ പ്രേക്ഷകരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഉള്ളത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ അടക്കമാണ് ഈ മഴ കേരളത്തിൽ ശക്തമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത്.